ഹലോ എല്ലാവർക്കും നമസ്കാരം. ഷ്രിമ്പിനെ വളർത്താനായിട്ട് നമുക്കൊരു ചെറിയ ബൗളായാലും മതി. ഒരു 5-6 ഷ്രിമ്പിന് ഈസി ആയിട്ട് വളരാൻ ഒരു ചെറിയ ബൗളായാലും നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ഈ ഒരു ടാങ്കിൽ നമ്മൾ അതിന് വേണ്ടിയിട്ട് ഇട്ട് നോക്കിയതാണ്. അപ്പോൾ ഇതിനകത്ത് എപ്പോഴും ഡഫിനിയനെ നമ്മൾ ഇട്ടിരുന്ന ഒരു ടാങ്കാണ്. ആൽഗേസ് നിറച്ചുണ്ട്. കാരണം ലൈറ്റിൻ്റെ നേരെ അടിയിലുള്ള ഒരു ടാങ്കാണ്. പിന്നെ ഇതിനകത്ത് നമ്മൾ ആഡ് ചെയ്തത് യെല്ലോ ഷ്രിമ്പിനെയാണ് നമ്മൾ ആഡ് ചെയ്തത്. അപ്പോൾ ഇതിനകത്ത് റൂം ടെമ്പറേച്ചറിലായ കാരണം ഇതിന് വേറെ ഹീറ്ററൊന്നും ആവശ്യമില്ല. അപ്പോൾ അതിനകത്ത് കുറച്ച് ഡക്ക് വീഡ്സ് ഉണ്ട്. പിന്നെ ഈ ആൽഗ നല്ലപോലെ ഗ്രോ ചെയ്യുന്നുണ്ട്. അത് ഗ്രോ ചെയ്യുന്നതിനനുസരിച്ച് നമ്മൾ കുറേശ്ശെ റിമൂവ് ചെയ്യാണ്. അപ്പോൾ ഇതിനകത്ത് ഷ്രിമ്പ് ഉണ്ട്, നിങ്ങൾക്ക് സൈഡിൽ നിന്ന് കാണാൻ പറ്റില്ല, ഗ്രീൻ കളറിൽ അത് വന്നു. ഇതൊരു പ്ലാസ്റ്റിക്കാണ്, ഇത് ചില്ലല്ല. അപ്പോൾ അത് കാരണം അതിന്മേൽ ആൽഗേസ് ഒട്ടി പിടിച്ചിരിക്കുന്നുണ്ട്. നല്ലോണം റബ്ബ് ചെയ്ത് കളഞ്ഞാൽ അത് പോവില്ല. ഇതിനകത്ത് ബാക്കി എല്ലാ ഷ്രിമ്പും ഉണ്ട്. നമ്മുടെ കയ്യിൽ ഏകദേശം 30ഓളം എണ്ണം ഉണ്ട് യെല്ലോ. അപ്പോൾ 5 എണ്ണം ഇതിനകത്താണ് കിടക്കുന്നത്. അപ്പോൾ നമുക്ക് നോക്കാം ഇതിനകത്ത് എന്താ ഉള്ളതെന്ന്. ഞാൻ എന്തായാലും നിങ്ങളെ ഇത് എടുത്ത് മാറ്റി നിങ്ങളെ കാണിച്ചു തരാം. എന്തോരം ഇതിനകത്തുണ്ട് ഷ്രിമ്പ്, ഇതിനകത്ത് എന്തോരം ഉള്ളതെന്നുള്ളത്. നമ്മൾ ഇടയ്ക്ക് ഇത്തിരി ഫീഡ് ഇട്ട് കൊടുക്കുന്നതല്ലാതെ വേറെ കൂടുതലായിട്ട് ഫീഡൊന്നും ഇതിന് കൊടുക്കാറില്ല. പിന്നെ ഇത് ഇത്തിരി മുകളിൽ ഇരിക്കുന്ന കാരണം നമ്മൾ എന്നും എടുത്ത് നോക്കാറുമില്ല ഇതിനകത്ത് ഷ്രിമ്പ് ഉണ്ടോയെന്ന്. അപ്പോൾ അതിനകത്ത് ഇത് ഹെയർ ആൽഗ പോലത്തെ ഒരു ആൽഗയാണ്. അപ്പോൾ ഇതിനകത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാം നല്ല ഹെൽത്തി ആയിട്ട് തന്നെ കിടപ്പുണ്ട് നമ്മുടെ ഷ്രിമ്പുകൾ. അപ്പോൾ അതിനകത്തൊന്ന് റിമൂവ് ചെയ്യണം. ഇതിനകത്ത് കുറേ എണ്ണം എക്സ്ട്രാ ഉണ്ട്. ഇപ്പോൾ ഇതിനകത്ത് കുറച്ച് സ്നെയിൽ ഒട്ടിപ്പിടിച്ചിരിപ്പുണ്ട്. സ്നെയിലിന് നമ്മൾ കളയുന്നില്ല, മാക്സിമം നമ്മൾ വിൽക്കുന്നതായ കാരണം നമ്മൾ കൂടുതലും സേവ് ചെയ്യാൻ തന്നെ നോക്കാറുണ്ട് ഇങ്ങനെ റിമൂവ് ചെയ്യുമ്പോഴൊക്കെ. എന്നാലും കുറേ കുഞ്ഞുങ്ങൾ സ്നെയിലിനെ നമുക്ക് നഷ്ടപ്പെടാറുണ്ട്. അത് നമ്മൾ മൈൻഡ് ചെയ്യാറില്ല. അത് നമുക്ക് അത്രയ്ക്ക് വലിയ പ്രശ്നമില്ല. നിങ്ങൾക്കറിയാമല്ലോ, സ്നെയിൽ പെട്ടെന്ന് തന്നെ നിറഞ്ഞ് ഉണ്ടാകുന്നതല്ലേ. അപ്പോൾ അത് കാരണം ഇപ്പോൾ ഈ മണി പ്ലാന്റിൻ്റെ വേരിൽ മുഴുവനായിട്ട് ഈ ആൽഗ പിടിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിന്മേൽ മാത്രമേ ഉള്ളൂ, വേറെ എങ്ങും അത് പിടിച്ചിട്ടില്ല. കുറച്ച് ഗ്രാവൽമയുണ്ട്. മൊത്തം അങ്ങോട്ട് പൊക്കിയെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ കണ്ടില്ലേ, അത് എംറ്റിയാണ്, വേറെ ഒന്നുമില്ല. ഷ്രിമ്പെല്ലാം അലൈവ് തന്നെയാണ്. നല്ല ഹെൽത്തി ആയിട്ടിരിപ്പുണ്ട്. നല്ല കളറും ഉണ്ട്. കാരണം ഈ ആൽഗേസൊക്കെ തിന്നുന്ന കാരണം ഷ്രിംസിന് നല്ല കളറ് കിട്ടും. യെല്ലോ കളറ് നല്ലപോലെ തെളിഞ്ഞു വന്നിട്ടുണ്ട്. പിന്നെ ഇവർ നല്ല ഹെൽത്തിയാണ്. ഇത് ഏകദേശം എഗ്ഗ് ലേ ചെയ്യാറായുള്ളൊരു വലിപ്പമായിട്ടുണ്ട്. അതിനകത്തേക്ക് ഉണ്ടെന്ന് തോന്നുന്നു. 2 ആഴ്ച കൂടി കഴിയുമ്പോഴേക്കും അറിയാൻ പറ്റും. അപ്പോൾ എന്തായാലും ഷ്രിമ്പിനെ നമുക്ക് വളർത്താനായിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയ ബോർഡിൽ നമുക്ക് ഇഷ്ടം പോലെ ഷ്രിമ്പിനെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റും. അത് വളരെ എളുപ്പമാണ്. പിന്നെ അതിന് മെയിൻ്റനൻസും അങ്ങനെ അധികമൊന്നും വരുന്നില്ല. ഇതിനകത്താണെങ്കിൽ നമുക്ക് ചെയ്യാൻ വളരെ എളുപ്പമാണ്. അപ്പോൾ എല്ലാവരും കാണാൻ, നമ്മുടെ ചാനലിൽ കുറേ വീഡിയോസ് ഉണ്ട്, എല്ലാവരും കണ്ട് സപ്പോർട്ട് ചെയ്യുക. താങ്ക്